സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. പഞ്ചഗവ്യം കഴിച്ചാലേ ഇനി പഞ്ചഗംഗോത്രി ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്നാണ് കമ്മിറ്റിക്കാരുടെ അറിയിപ്പ്. സനാതനധർമ്മവുമായി എത്ര ബന്ധമുണ്ടെന്നറിയാനുള്ള എളുപ്പ വഴിയായാണ് അവരിത് കണ്ടുപിടിച്ചത്രേ. പഞ്ചഗവ്യം എന്നാൽ പശുവിൻ്റെ പാൽ, തൈര്, മൂത്രം, ചാണകം, നെയ്യ് എന്നിവ ഗംഗാജലവുമായി കൂട്ടിച്ചേർത്തുണ്ടാക്കിയ മിശ്രിതമെന്നാണ് കമ്മിറ്റി പറയുന്നത്. ഇത് കഴിച്ചാലേ ഇനി ഉത്തരകാശിയിലെ മേൽപ്പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ലഭിക്കും. ഹിന്ദു പാരമ്പര്യത്തിലെ ശുദ്ധീകരണ വഴിയാണത്രേ ഈ ഭക്ഷണം. ഈ നിർദ്ദേശം ഭരണഘടനയ്ക്ക് എതിരാകുമോ എന്ന് പരിശോധിക്കാൻ പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കമ്മിറ്റി. ഇതോടൊപ്പം മറ്റൊരു നിർദ്ദേശവും കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സിഖ്, ബുദ്ധ, ജൈന വിഭാഗങ്ങൾ സനാതനധർമ്മത്തിൻ്റെ അവിഭാജ്യ ഘടകമായതുകൊണ്ടും അവർ അഹിംസയും ഭക്ഷണമര്യാദയും പാലിക്കുന്നത് കൊണ്ടും ഇത്തരം തടസ്സങ്ങൾ നേരിടേണ്ടി വരില്ല എന്നാണ് ആ നിർദ്ദേശം. അതായത് ചുരുക്കത്തിൽ സനാതനധർമ്മത്തിനെതിരായ ആളുകൾക്കിനി പ്രവേശനമുണ്ടാകില്ല എന്നർത്ഥം. അത്തരം ആളുകളുടെ സന്ദർശനം കൂടിയതോടെയാണ് കമ്മിറ്റി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതത്രേ. പ്രവേശനം സനാതനികൾക്ക് മാത്രമായി ചുരുക്കാൻ വേറൊരു വഴിയും കണ്ടില്ല. അതുകൊണ്ടാണ് പശുവിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ മിക്സാക്കിയ പഞ്ചഗവ്യം കഴിച്ച് യോഗ്യത തെളിയിക്കണം എന്ന നിബന്ധന വെച്ചത്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ ശാന്തംകുളം പോലീസ് സ്റ്റേഷനിലെ 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള മധുര ഹൈക്കോടതി വിധി ലോക്കപ്പ് പീഡനങ്ങളുടെ തീവ്രതയിലേക്ക് രാജ്യത്തിൻ്റെ ശ്രദ്ധ തിരിക്കുന്ന ഒന്നാണ്. രാജ്യത്ത് ആദ്യമായാണ് ഒരു പോലീസ് സ്റ്റേഷനിലെ നിരവധി ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. 2020 ജൂൺ 19 വ്യാപാരികളായ പി ജയരാജും മകൻ ബെന്നിക്സും ഈ പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിൽ പീഡനത്തിന് വിധേയരായി കൊല്ലപ്പെടുകയായിരുന്നു. CBI അന്വേഷിച്ച കേസിൽ ചാർജ് ഷീറ്റ് 2000 പേജായിരുന്നു. ജസ്റ്റിസുമാരായ PN പ്രകാശ്, B പുകഴേന്തി എന്നിവരടങ്ങിയ ഹൈക്കോടതി ബെഞ്ചാണ് CBI അന്വേഷണത്തിന് കൽപ്പിച്ചത്. മുമ്പൊരിക്കലുമില്ലാത്ത വിധം ശാന്തംകുളം പോലീസ് സ്റ്റേഷൻ ഏറ്റെടുക്കാൻ റവന്യൂ വിഭാഗത്തോട് നിർദ്ദേശിക്കാൻ ബെഞ്ച് ജില്ലാ കലക്ടർക്ക് കൽപ്പന നൽകിയിരുന്നു. തെളിവുകളൊന്നും നശിപ്പിക്കപ്പെടാതിരിക്കാനായിരുന്നു അത്. അതിനു മുൻപ് തന്നെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. പ്രതികളായ 9 പോലീസുകാരും നിയമം ലംഘിച്ചുവെന്നും ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയെന്നും കണ്ടെത്തിയ കോടതി അപൂർവങ്ങളിൽ അപൂർവം എന്ന പ്രസ്താവനയോടെ ഇവർക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു വനിതാ പോലീസുകാരി ഒഴികെ ബാക്കി എല്ലാവരും കുറ്റകൃത്യത്തിൽ പങ്കാളികളായെന്നാണ് കോടതി കണ്ടെത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നൽകിയ സാക്ഷിയാവട്ടെ ഈ വനിതാ പോലീസുകാരിയും. തമിഴ്നാട്ടിലെ കസ്റ്റഡി പീഡനങ്ങളുടെ കാര്യം കുറച്ച് കഠിനം തന്നെയാണ്. സർക്കാർ രേഖകളിൽ സംഗതി കുറവാണെങ്കിലും മധുരയിലെ പീപ്പിൾസ് വാച്ചിന്റെ കണക്ക് പ്രകാരം 2021-നും 2025-നും ഇടയ്ക്ക് 32 കസ്റ്റഡി മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. 2011-16 കാലഘട്ടങ്ങളിൽ ഇത് 40 പീപ്പിൾസ് വാച്ചിന്റെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നതിനനുസരിച്ച് ഈ കേസുകളിലൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ജയരാജും ബെന്നിക്സും സ്വയം മുറിവേൽപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കോടതിയിൽ വാദിച്ചത്. കോടതി ആ വാദം തള്ളി. കോവിഡ് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞാണ് അച്ഛനെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. അവർ മൊബൈൽ ഷോപ്പ് നടത്തി വരികയായിരുന്നു. കട അടയ്ക്കാനുള്ള പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് ജയരാജും പോലീസും തമ്മിൽ വാക്ക് തർക്കമുണ്ടായിരുന്നു. പിറ്റേ ദിവസം സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചെല്ലുകയും ഉണ്ടായി. ഒരു ചെറിയ കേസിൽ ഒതുക്കാമായിരുന്ന സംഗതി പോലീസ് വഷളാക്കി. റിമാൻഡോ ജയിലോ ഒന്നും വേണ്ടിയിരുന്ന കേസല്ലായിരുന്നു അത്. പ്രതികളാവട്ടെ മുൻപൊരിക്കലും ഒരു കേസുകളിലും ഉൾപ്പെട്ട ആളുകളുമായിരുന്നില്ല. എന്നിട്ടും അതിക്രൂരമായ രീതിയിൽ അവർ ലോക്കപ്പിൽ പീഡനങ്ങൾക്ക് വിധേയരായി. 3ാം മുറ തന്നെ അവർക്കെതിരെ പ്രയോഗിച്ചു. പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബെന്നിക്സും പിറ്റേന്ന് അച്ഛൻ ജയരാജും മരണപ്പെട്ടു. റിമാൻഡ് ചെയ്യാൻ കൽപ്പിച്ച കോടതിയാവട്ടെ ഇവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുകയോ വല്ല തരത്തിലും ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയോ ചെയ്തില്ല. യാന്ത്രികമായ പെരുമാറ്റമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ശാന്തംകുളത്ത് ഒരു സബ് ജയിലുണ്ടായിട്ടും 80 കിലോമീറ്റർ ദൂരത്തുള്ള കോവിൽപ്പട്ടി ജയിലിലേക്കാണ് മജിസ്ട്രേറ്റ് ഇവരെ റിമാൻഡ് ചെയ്തത്. ജസ്റ്റിസ് ചന്ദ്രു എഴുതിയ പോലെ പ്രതികളായവരെ റോഡിൽ നിർത്തി ബാൽക്കണിയിൽ ഇരുന്നാണ് അത്ര മജിസ്ട്രേറ്റ്
റിമാൻഡ് ചെയ്യാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചത്. ചോര ഒലിപ്പിച്ചുകൊണ്ടായിരുന്നത്രേ പ്രതികൾ അപ്പോൾ നിന്നിരുന്നത്. അതെല്ലാം അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവർ നിലത്ത് കിടന്ന് ഉരുണ്ടതുകൊണ്ട് സംഭവിച്ചതാണ് എന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം. ഈ മജിസ്ട്രേറ്റിനെതിരെയോ ഇവരെ പരിശോധിച്ച് ജയിലിലേക്ക് അയക്കാൻ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടർക്കെതിരെയോ ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ യാതൊരു പരാമർശവുമില്ല എന്നതും ശ്രദ്ധിക്കുക. തങ്ങളുടെ കീഴിലെ ഒരു ജഡ്ജിയെ വാക്കാൽ തിരുത്താൻ പോലും കോടതി തയ്യാറായില്ല. കുറച്ചൊരു മാന്യത കാണിച്ചത് കോവിൽപ്പട്ടി ജയിലിലെ ഉദ്യോഗസ്ഥരായിരുന്നു എന്ന് പറയാം. പ്രതികൾ അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നപ്പോൾ തന്നെ അവർക്കെന്തോ അസ്വാഭാവികത തോന്നിയിരുന്നു. ശാന്തംകുളത്ത് ജയിലുണ്ടായിരിക്കെ എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നു എന്നതിന് കൃത്യമായൊരു മറുപടി അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പ്രതികളുടെ മുഴുവൻ പരിക്കുകളും രേഖപ്പെടുത്തിയ ശേഷമാണ് അവർ ജയിലിൽ പ്രവേശിപ്പിച്ചത്. ഇവർ മരണപ്പെട്ട കോവിൽപ്പട്ടി സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരും മരണകാരണം കൃത്യമായി രേഖപ്പെടുത്തി. അവർക്കുമേൽ വൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെങ്കിലും അവരതിന് കീഴ്പ്പെട്ടില്ല എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ CBI ശിവഗംഗി ജില്ലയിലെ അജിത് കുമാർ എന്നൊരാളുടെ കസ്റ്റഡി മരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 26-കാരനായ ഇയാളുടെ മരണത്തിലും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാണ്. കസ്റ്റഡി പീഡനങ്ങൾ തടയുന്നതിന് ഒരു പ്രത്യേക നിയമം വേണം എന്ന ആവശ്യം ഇപ്പോഴും നമുക്ക് നേടിയെടുക്കാനായിട്ടില്ല. 2010 അത്തരമൊരു നിയമം ലോക്സഭ കടന്നെങ്കിലും രാജ്യസഭ അത് സെലക്ട് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു. അത് അവിടെ നിന്നും പിന്നീട് പുറത്തു വന്നിട്ടില്ല. വോട്ട് ചെയ്യാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമുള്ള അവകാശം മൗലികാവകാശങ്ങളിൽ പെടില്ല എന്ന് സുപ്രീം കോടതി. ഇവ നിയമപരമായ അവകാശങ്ങളാണെന്നും അവ നിയമം മൂലം നിയന്ത്രിക്കാനാവുമെന്നും കോടതി വിലയിരുത്തി. മത്സരിക്കാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ നിയമം വഴി കഴിയുമെന്നും കോടതി പറഞ്ഞു. വോട്ട് ചെയ്യാനുള്ള അവകാശം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ സഹായിക്കുമെങ്കിൽ മത്സരിക്കാനുള്ള അവകാശം കൃത്യമായ നിയമനിയന്ത്രണങ്ങൾക്ക് വിധേയമായേ പറ്റൂ എന്നും കോടതി വിലയിരുത്തി. ഇന്നത്തെ ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.